പ്രിയമുള്ളവരെ, വചനജ്വാല 1085 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 11 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. അലക്സാണ്ടറിന്റെ പതനം. ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി തന്ത്രപൂർവം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തട്ടിയെടുത്തു. തന്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് ശ്വശുരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽ സേനയെ നിർത്തി. അവൻ അസോസൂത്ത് രാജാവിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തോസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവനെ കാണിച്ചു കൊടുത്തു. അവൻ പോകേണ്ട വഴികളിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരിക്കുന്നു. ജോനാഥനിൽ കുറ്റം ആരോപിക്കേണ്ടതിന് അവന്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോനാഥൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്ന് രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. എലവത്തൂരൂസ് നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോനാഥൻ ജെറൂസലേമിലേക്ക് തിരിച്ചു പോന്നു. സെലൂക്യ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ഡെമെത്രിയൂസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിനെ ഭാര്യയായി നൽകിയ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിന്റെ പിതാവിന്റെ സാമ്രാജ്യത്തിന്റെ മേൽ ഭരണം നടത്തുകയുമാകാം. എന്റെ മകളെ അവനെ ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തന്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ഡെമെത്രിയൂസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപ്പെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ 2 രാജ്യങ്ങളുടെ, ഈജിപ്തിന്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലിക്യായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായ സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിയായി. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിന്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന
അവന്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 167 ആണ്ടിൽ ദെമത്രിയൂസ് രാജാവായി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ബെർണാർദിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. മാർപ്പാപ്പമാരുടെ ഉപദേഷ്ടാവ്, രണ്ടാം കുരിശുയുദ്ധം പ്രസംഗിച്ച സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ, വാഗ്മി, ദൈവമാതൃഭക്തൻ എന്നീ നിലകളിൽ പ്രശോഭിച്ചിരുന്ന ബെർണാർഡ് ബെന്റഗൈനിൽ ജനിച്ചു. 23-ാം വയസ്സിൽ സെറ്റോ ആശ്രമത്തിൽ ചേർന്നു. 3 വർഷത്തെ ആധ്യാത്മിക ജീവിതം കെയർവോയിൽ പുതിയ ആശ്രമത്തിന്റെ ആപട്ടാക്കി. 37 വർഷം ആ ജോലിയിൽ തുടർന്നു. ഇത്ര കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലായി 136 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ബെർണാർഡ് ബെനഡിക്റ്റൻ സഭയുടെ ദ്വിതീയ സ്ഥാപകനായിട്ടാണ് അറിയപ്പെടുക. ദൈവമാതൃഭക്തി അസാധാരണമായിരുന്നു. പരിശുദ്ധരാജ്ഞി ജപത്തിലെ അവസാന വാക്യവും എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും വിശുദ്ധ ബെർണാർഡ് ആണ് എഴുതിയത്. 62-ാം വയസ്സിൽ അദ്ദേഹം സ്വർഗ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, വേദ പാരംഗതനായ വിശുദ്ധ ബെർണാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.